പൂക്കോട് കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ കൂടുതൽ വ്യക്തത തേടുന്നതിനു വേണ്ടി CBI ഇപ്പോൾ എയിംസിന്റെ വിദഗ്ധ ഉപദേശം തേടിയിരിക്കുകയാണ്. മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുവരെയുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ എയിംസിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. CBI ആൾക്കൂട്ട വിചാരണ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം CBI സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രൂരമർദ്ദനത്തിന് സിദ്ധാർത്ഥൻ ഇരയായിട്ടുണ്ട് എന്ന കാര്യവും CBI അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ കാരണത്തിലുള്ള വ്യക്തതയ്ക്ക് വേണ്ടിയാണ് ഡൽഹി എയിംസിന്റെ വിദഗ്ധ ഉപദേശം തേടിയിരിക്കുന്നത് CBI. കൂടുതൽ വിവരങ്ങളുമായി ഡാനി പോൾ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ഡാനി, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ആൾക്കൂട്ട വിചാരണയിൽ സംശയമില്ല, ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം. പക്ഷേ ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് സ്ഥിരീകരിക്കുവാനുള്ള ബുദ്ധിമുട്ടല്ലേ ഇപ്പോൾ CBIക്കുള്ളത്? ഇതിനെന്തെല്ലാം മാർഗങ്ങളാണ് ഇപ്പോൾ CBI തേടിയിരിക്കുന്നത്? മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ ഇത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നതിൻ്റെ ഒരു അന്വേഷണം തന്നെയാണ് CBI ഏറ്റവും പ്രധാനമായി കേസ് അന്വേഷണത്തിൽ നടത്തുന്നത്. അതിൽ ഏറ്റവും നിർണായക നീക്കമാണ് ഇപ്പോൾ CBIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ദില്ലി എയിംസിനെയാണ് ഇക്കാര്യത്തിൽ സമീപിച്ചിരിക്കുന്നത്. ഇതുവരെ നടത്തിയ അന്വേഷണങ്ങൾ, അത് ഫോറൻസിക് പരിശോധന, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തുടങ്ങിയ അനവധിയായ കാര്യങ്ങൾ, CBI സംഘം എത്തി ഡമ്മി പരീക്ഷണം നടത്തിയതിൻ്റെ റിപ്പോർട്ട്, ഇതെല്ലാം തന്നെ വിശദമായിട്ട് തന്നെ ദില്ലി എയിംസിനെ കൈമാറിയിരിക്കുന്നു. ഒപ്പം ഈ ഒരു വസ്തുതാപരമായ സാഹചര്യങ്ങൾ, സിദ്ധാർത്ഥ തൂങ്ങി മരിച്ച ഈ കുളിമുറിയിൽ ആണ് കണ്ടിരുന്നത്. അതിൻ്റെ വാതിലുകൾ പൊട്ടിയ നിലയിലായിരുന്നു, പൂട്ട് ഇളകിയ നിലയിലായിരുന്നു. ഇതിൻ്റെ ദൃശ്യങ്ങൾ, ആ ദിവസത്തെ മരണസമയത്ത് ഉണ്ടായിരുന്ന ആ സമയത്തെ ദൃശ്യങ്ങളടക്കം, ഈ ബാത്റൂമിൻ്റെ ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ ഇതിനോടൊപ്പം സമർപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വസ്തുതാപരമായ ഒരു മുഴുവൻ പഠനവും ആണ് നടത്തിയിരിക്കുന്നത്. അതിൽ ഒരു മെഡിക്കൽ ബോർഡിനെ തന്നെ രൂപീകരിച്ചുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കുക, അവരുടെ കൂടി ഒരു വിദഗ്ധോപദേശം തേടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് CBI ഈ നീക്കം നടത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വലിയ കണ്ടെത്തലുകൾ നമുക്ക് കിട്ടിയ ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. 19 പ്രതികളും അതിക്രൂരമായിട്ട് തന്നെയാണ് ഈ സിദ്ധാർത്ഥിനോട് ഇടപെട്ടിരുന്നത്. വലിയ രീതിയിൽ ആൾക്കൂട്ട വിചാരണ നടത്തിയതായിട്ട് വ്യക്തമാക്കുന്നുണ്ട്. ഇത് മറ്റുള്ളവർക്ക് പാഠമാകണം എന്ന രീതിയിൽ അവർ പലരോടും പറഞ്ഞതായിട്ട് ഇതിൽ കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമഗ്രമായ ഒരു ചിത്രം തന്നെയാണ് ഈ കുറ്റപത്രത്തിൽ വ്യക്തമാകുന്നത്. ഇതിൽ ദില്ലി എയിംസിനോട് ഇക്കാര്യങ്ങളിൽ ഈ മരണകാരണത്തിലേക്ക് വഴി തുറക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഈ സാഹചര്യങ്ങൾ, സമീപ സാഹചര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ച് അതിലൊരു വ്യക്തത തേടാനാണ് ഇപ്പോൾ CBI ശരി ഡാനി, എന്തായാലും കുറ്റപത്രത്തിൽ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചിട്ടുണ്ട് CBI. പക്ഷേ ഒറ്റ കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ മെഡിക്കൽ സംഘത്തിന്റെ വിദഗ്ധോപദേശം തേടിയിരിക്കുന്നത് CBI. അത് ഡൽഹി എയിംസിനോടാണ് ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിദഗ്ധോപദേശം നൽകണമെന്നാണ്. സിദ്ധാർത്ഥന്റേത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് ഉറപ്പിക്കേണ്ട ഒരു കടമ്പ മാത്രമേ ഇനി CBIക്ക് മുന്നിൽ ഉള്ളൂ.